ഇതിനാ ഞങ്ങളുള്ളത് പേരാമ്പ്ര കോൺസ്റ്റൻസിലെ നെച്ചാട് എന്ന് പറയുന്ന നെച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയുള്ള 1-ാം നമ്പർ 2-ാം നമ്പർ ബൂത്തുകൾ, 2 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. 1-ാം നമ്പർ ബൂത്തിലെത്തിയായിരിക്കും അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. 8:30 അദ്ദേഹം ഈ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ മോക്ക് പോളിംഗിന് ശേഷം 7 മണിയോടുകൂടി കൃത്യമായി ഇവിടെ പോളിംഗ് ആരംഭിക്കാനാകും എന്ന് തന്നെയാണ് പോളിംഗ് ഓഫീസർമാർ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് ഏജന്റുമാരെത്തി. അങ്ങനെ ഇന്നലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഏജന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു 5:55 ആ സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തണമെന്ന കാര്യത്തിൽ. അങ്ങനെ അവരെത്തി. ഒരു പോളിംഗ് ഏജന്റിന് മാത്രം ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടി മോക്ക് പോളിംഗ് നടത്താമെന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കുകയും അങ്ങനെ മോക്ക് പോളിംഗിന് ശേഷം ഇപ്പോൾ പോളിംഗ് 7 മണിയോട് കൂടി തന്നെ ആരംഭിക്കാനാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വോട്ടർമാർ നേരത്തെ തന്നെ ഇവിടെ എത്തി അങ്ങനെ ഒരു നീണ്ട ക്യൂവിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ ഒരു നീണ്ട ക്യൂ ഇവിടെ നമുക്ക് കാണാം. നമുക്ക് ദൃശ്യങ്ങൾ ഈ പോളിംഗ് സ്റ്റേഷനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. ഏതായാലും ആളുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് നേരത്തെ തന്നെ ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ? ഇല്ല, ഞാൻ സ്കരിച്ച് വിടുന്ന സുബയ്യ സ്കരിച്ച് ഇങ്ങോട്ടും പോകുന്ന പിന്നെ ചായ എല്ലാം കുടിച്ച് വോട്ടറാണ്. ആദ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമൊന്നല്ല, ഒരുപാട് ഞാൻ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്. ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ്. നേരത്തെ തന്നെ എത്തിയത്? നേരത്തെ 5:30 എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ ഇപ്പോൾ സീറ്റ് കിട്ടി. ഓക്കെ, ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ വോട്ടർമാരുടെ ആവേശമാണ് നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. ചേട്ടാ, എപ്പോഴെത്തി? നേരത്തെ 8 മണിക്കൂർ മുന്നേ. 1 മണിക്കൂർ മുമ്പ് എത്തി ഇവിടെ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് നേരത്തെ തന്നെ എത്തി ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രായമുള്ളവരും ആ രീതിയിൽ സ്ത്രീകളുടെയും ക്യൂ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തവും ഈ വോട്ടിങ്ങിൽ നമുക്ക് കാണാം. ചേച്ചി ആദ്യത്തെ ആളാണല്ലോ? ആദ്യത്തെ ആളാ. നേരത്തെ തന്നെ എത്തിയോ? ഇവിടെ അടുത്തന്നെ വീട്. വോട്ട് ചെയ്ത് വേഗം പോയി ബാക്കി പണികളൊക്കെ? അതല്ല, വോട്ട് ചെയ്ത് വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിൽക്കുക 5 മണി വരെ. ആദ്യം വോട്ട് രേഖപ്പെടുത്താ, പിന്നീട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ചേച്ചി എപ്പോഴെത്തി? ഞാൻ നേരത്തെ എത്തി. അല്ലല്ല, വീട്ടിലേക്കല്ല, 6 മണി വരെ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ചേച്ചി എപ്പോ എത്തി? 6:30. വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകണം. നേരത്തെ വോട്ട് ചെയ്ത് കഴിഞ്ഞാല് വീട്ടിലേക്ക് വേഗം പോകാം.